എനിക്കവരെ കൊല്ലണം. ആണിപ്പോ എവിടെയുണ്ട്? അപ്പാ എന്താ ഇത്രയ്ക്ക് ചിന്ത? ഏയ്, ഇന്നലെ ഒരുമാതിരി സ്വപ്നം കണ്ടു. ഓ, ആകെ എന്തോ പോലെ. അതെങ്ങനെയാ? പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറഞ്ഞ അപ്പം കേക്കില്ല. അപ്പൻ ആദ്യം ആന്റണി ചേട്ടനായിട്ടുള്ള കൂട്ടം ഒഴിവാക്ക്. എത്രയും ഞാൻ പറയണു. അതെങ്ങനെയാ പറഞ്ഞാ കേക്കണ്ടേ? എന്നിട്ട് ഇവിടെ സ്വപ്നവും പേടി. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ നിലവിലില്ല. The number you're calling is out of service. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ നിലവിലില്ല. മോളെ, ജോയേട്ടാ, എത്ര നാളെ കണ്ടിട്ട്? അത് ഞാൻ ഈ വഴി പോയപ്പോ ചുമ്മാ കയറിയതാ. മോള എഴുന്നേറ്റെന്ന് തോന്നുന്നേ. ജോയേട്ടാ വരൂ, അകത്തേക്ക് ഇരിക്കാം.
ഇയാളറിയോ? ഇത് നമ്മുടെ ആന്റണി അല്ലേ? ഇത് ആ വളവിലായുള്ള വീട്. എന്താ ഇവിടെ സ്ഥലം വരുമായിരുന്നു. ആള് മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞല്ലോ. ആക്സിഡന്റ് ആയിരുന്നു. ആ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഏതോ വണ്ടി വന്ന് തട്ടിയതാ. ആള് മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞല്ലോ. ഇടിച്ച വണ്ടി ഇതുവരെയായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ലേ? എനിക്കവരെ കൊല്ലണം ജോയ്. കൊന്നതാണോന്ന് അറിഞ്ഞൂടാ. എന്റെ മകൾ അവനിപ്പോ എവിടെയുണ്ട്? ജോയ്, യു പെർഫെക്റ്റ്ലി ഓക്കെ. സ്വന്തം മനിയനെ പോലെ കൊണ്ടു നടന്ന ആൻ്റണിയുടെ മരണം നൽകിയ ഷോക്ക്. ഫോർ യു ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ആക്സെപ്റ്റ്. ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ്. സത്യത്തിൽ എനിക്കും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് വിധി അല്ല എന്താ. കഴിഞ്ഞ 1 വർഷമായിട്ട് അവൻ എന്നോടൊപ്പമില്ലായിരുന്നു. പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നെ അനുവദിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. ഡോക്ടർ, അപ്പം എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം? ജോയ്, നിനക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. യു ആർ ക്വൈറ്റ് നോർമൽ. നീ അവൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഇറ്റ്സ് ഓൺലി എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇപ്പൊ നിനക്ക് സമാധാനമില്ല മോളെ? എനിക്കാകെ എന്തോ പോലെ ഡോക്ടറെ. ഇവിടെ ആരുടെയും കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നവരെ എനിക്കൊന്നും സംഭവിക്കരുത്. അങ്ങനെയല്ല ജോയ്, ഇവിടെ നമ്മളെല്ലാവരും കൂടി നല്ലൊരാളെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുള്ളൂ. തൽക്കാലം നിങ്ങൾ സ്ഥലം കാലിയാക്ക്. എനിക്ക് 1-2 അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. ഓ മോളെ, നീ ഒന്ന് പുറത്തേക്ക് തന്നെ. അപ്പനപ്പോ വരാം. ശരിയപ്പാ. ഡോക്ടറെ, എനിക്കിത്തിരി ക്യാഷ് വേണമായിരുന്നല്ലോ. ഓക്കെ. ജോയ്, ഡോക്ടർ അപ്പം ഇനി എന്നാ അമേരിക്കയ്ക്ക് പോകുന്നത്? എവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലേക്ക് കൊണ്ടുവന്നത്. ഇനി എന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചയക്കുക. ജോയ്, ഏയ്. അതെ. പോവാം. എന്താപ്പാ?
മനസ്സിലാകുന്നില്ല മോളെ. ആൻ്റണി മരിച്ചത് അപ്പൻ അറിഞ്ഞില്ല. ഇപ്പോൾ ഡോക്ടർ USA പോയി വന്നതും അപ്പൻ അറിഞ്ഞില്ല. അപ്പനെന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ മോളെ. അപ്പനൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഡോക്ടറുകൾ പറഞ്ഞില്ല ടെൻഷൻ അടിക്കരുതെന്ന്. പിന്നെന്തിനാ? ഏയ്, അപ്പൻ എന്തായാലും ആൻ്റണിയുടെ വീട് വരെ ഒന്ന് പോകണം. അല്ല, അതിനു മുമ്പ് എനിക്ക് വേറൊരു സ്ഥലം വരെ ഒന്ന് പോകണം. അപ്പൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആൻ്റണിയുടെ കൂടെ അപ്പൻ അവസാനം പോയത് അവിടെയാണ്. അവിടെ ഒന്ന് പോകണം. ആ, ആ കാണുന്ന വീട്ടിലാണ് ഞാൻ ആനയുടെ ഒപ്പം അവസാനം പോയത്. മോളിവിടെ ഇരിക്കി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ശരിയപ്പാ. എന്നാലും ആരാ ചെയ്തെന്ന് ഇതുവരെ പിടിയിട്ടില്ലല്ലോ. എല്ലാം ദൈവവിധി എന്ന് പറഞ്ഞാൽ മതി. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ വിളിക്കും. അവൻ വരാന്ന് പറയണതല്ലാതെ കഴിഞ്ഞ പ്രാവശ്യവും കൂടെ ഞാൻ വിളിച്ചതാ പാടാ. അവൻ വരണ്ടേ? അവന്റെ സമയത്ത് വല്യപ്പൻ്റെ കൂടെ പോണെന്ന് ഇപ്പം പറയാറുണ്ട്. കൂട്ട് കിട്ടത്ര ശരിയില്ലെന്നേ. അതെ, ഈ ഫോട്ടോയിൽ കാണുന്ന സിജു. സിജോടെ ആണ്ടല്ലേ നടക്കണേ. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ലേ? സിജു മരിച്ചിട്ട് 1 വർഷമായി. അവന്റെ പരിപാടിയല്ലേ നടക്കണേ. സിജോനെ എങ്ങനെ അറിയാം? സിജോന്റെ ഫ്രണ്ടാ. ആണോ? ദേവസി, ഭക്ഷണം കൊടുക്കിയാക്ക്. അങ്ങോട്ടേ അവിടെ ഭക്ഷണം ചെല്ലു. വാ വാ, ഭക്ഷണം കഴിക്കാം. വാ. അവന്റെ ഏതോ ഫ്രണ്ടാ. മരണത്തെ ഭയമുണ്ടോ അപ്പന്? എനിക്ക് ഭയമില്ല. മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് എനിക്ക് ഭയം. നീ വെറുതെ ആവശ്യമില്ലാത്തവരൊന്നും പറയല്ല. എൻ്റെ മരണം എല്ലാവരും എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വരില്ലപ്പാ. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. ചിലരെല്ലാം വിട്ടുപോകേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അതിനൊക്കെ തക്കതായിട്ടുള്ള കാരണങ്ങളും ഉണ്ടാവും. ഓ, പള്ളിയിലേക്ക് വന്നു തുടങ്ങിയോ? പള്ളി വന്നൊന്നല്ല, ഞാൻ ജോയേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. ഇപ്പൊ എവിടെയൊക്കെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. മാർപ്പാപ്പേ.